നാടിന് നടുക്കി 3 കുരുന്നുകളുടെ ജീവൻ പൊലിഞ്ഞു. മണ്ണാർക്കാട് കല്ലടിക്കോട് 3 ഏക്കർ ഭാഗത്തെ വെള്ളം കെട്ടി നിർത്തിയ ചിറയിൽ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. മണ്ണാർക്കാട് കല്ലടിക്കോട് 3 ഏക്കർ ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തിയ ചിറയിൽ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. വെള്ളം കെട്ടിയിരുന്ന ചിറയിലായിരുന്നു അപകടം. തുടിക്കോട് ആദിവാസി കോളനിയിലെ തമ്പി മാധവി ദമ്പതികളുടെ മകൾ, മരുതങ്കാട് ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി രാധിക, പ്രകാശൻ അനിത ദമ്പതികളുടെ മകൻ 1ാം ക്ലാസ് വിദ്യാർത്ഥി പ്രദീപ്, പ്രകാശൻ അനിത ദമ്പതികളുടെ ഇളയ മകൻ പ്രജീഷ് എന്നിവരാണ് മരണപ്പെട്ടത്. ഇന്നു വൈകുന്നേരം 3 മണിയോടെയാണ് കുട്ടികളെ കാണാതായത്. വീട്ടുകാർ നടത്തിയ തെരച്ചിലിനിടെ വൈകിട്ട് 5 മണിയോടെ ചിറക്കരയുള്ള വെള്ളക്കെട്ടിന് സമീപം കുട്ടികളുടെ ചെരുപ്പുകൾ കണ്ടതോടെയാണ് സംശയം വർദ്ധിച്ചത്. തുടർന്ന് വെള്ളത്തിൽ നടത്തിയ തിരച്ചിലിൽ 3 മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടികളെ ചിറയിൽ നിന്ന് പുറത്തെടുത്തത് പ്രകാശന്റെ സഹോദരിയുടെ ഭർത്താവ് കൃഷ്ണനാണ്. കുട്ടികൾക്കൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? വേറെ കുട്ടികളുടെ സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നു? അപ്പൊ കാണാതായപ്പം ഉച്ചയ്ക്ക് കളിക്കാൻ പോയതിന് സമയത്ത് സംഭവിച്ചതായിരിക്കില്ല. തെരഞ്ഞു പോയിരിക്കുന്നത്. അപ്പോഴാണ് ഈ കുട്ടിന്റെ ചെരുപ്പ് ഈ ചെറുപ്പം അടുത്ത് വെച്ച് കാണുന്നത്. ഇത് പുതിയ ചെറയാണോ? പുതിയ ചെറ. ഉടൻ തന്നെ രാധികയെ തച്ചമ്പാറയിലെ ഇസാഫ് ആശുപത്രിയിലേക്കും പ്രദീപിനെയും പ്രജീഷിനെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കുമായി മാറ്റിയെങ്കിലും 3 ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടരുന്നു. കരിമ്പ പഞ്ചായത്തിലെ തുടിക്കോട് പറഞ്ഞ പ്രദേശമാണ്. അപ്പോൾ അങ്ങ് ട്രൈബൽ സെറ്റിൽമെൻറ്റിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവരവിടെ കളിക്കുന്നിടത്ത് കുറച്ച് ചോല പോലത്തെ ഉണ്ടായതുകൊണ്ട് കുളിക്കാൻ ഇറങ്ങിയെന്നാണ് അറിയാൻ. ഞാൻ ആക്ച്വലി ഇവിടെ പാലക്കാടുള്ളവരുടെ നേരെ ജില്ലാശുപത്രിയിൽ ഞാൻ വന്ന ശേഷം കുട്ടികളുടെ ബോഡി വന്നു. 2 പിടിയുണ്ട്, ഒരാൾ തച്ചമ്പാറ ഇസാഫിൽ. അപ്പോൾ ഇത്രയും നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത്. അവർ കുളിക്കാനായി ഇറങ്ങിയെന്നുള്ള നിലയിലാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് അത് മൂടിക്കിടക്കുകയായിരുന്നു, കുറച്ച് ചപ്പും ചവറൊക്കെ ആയിട്ട്. അതിൻ്റെ ഓണർ ഇപ്പോൾ എന്തോ എല്ലാം ക്ലിയർ ചെയ്തപ്പോൾ കാഴ്ചയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത്. വളരെ ദാരുണമായിട്ടൊരു സംഭവമാണ്, നമുക്ക് നികത്താനാവില്ല. പിന്നെ വിഷയം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരുമ്പോഴേ തന്നെ പോയി. ഡോക്ടർ പറഞ്ഞത് ഒരു 4 hours മുമ്പേ സംഭവിച്ചിട്ടുണ്ടാവും. അല്ലാതെ കല്ലടിക്കോട് ഇവിടെ എത്തുന്ന സമയം പറഞ്ഞാൽ മാക്സിമം പോയ 1 മണിക്കൂറാണ്. ആംബുലൻസ് ആയതുകൊണ്ട് ഏതാണ്ട് 3/4 മണിക്കൂറിൽ എത്താം. അപ്പോൾ അന്നേരം സംഭവിച്ചതല്ല, കുറച്ച് മുമ്പ് സംഭവിച്ചത്. കണ്ടെത്തിയത് അപ്പോഴാണ് എന്ന നിലയിലാണ് പറയുന്നത്. പ്രതീഷും